പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിളയിൽ പറപ്പൂർ CBMS എത്തിങ്ങാന ക്യാമ്പസിലാണ്. ഇന്നിവിടെ നടക്കുന്നത് ദ്വിദിന ഹജ്ജ് പരിശീലന ക്യാമ്പാണ്. കഴിഞ്ഞ വർഷത്തെ തുടർച്ചയെന്നോളം പ്രിയപ്പെട്ട ഷാജാ റഹ്മാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 10,000-കണക്കിന് ഹാജിമാരെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വിപുലമായൊരു ഹജ്ജ് ക്യാമ്പാണ് നമുക്ക് പിന്നിലായിട്ട് നടക്കാൻ പോകുന്നത്. ഈ ഹജ്ജ് ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജേയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. ശേഷം സമഗ്രമായ ഹജ്ജ് പരിശീലന ക്യാമ്പാണ് പ്രിയപ്പെട്ട ഷാജാ റഹ്മാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുക. ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കൂടെ ഈ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പ്രിയപ്പെട്ട MP ഉസ്താദ് ചേരുന്നുണ്ട്. ഉസ്താദെ, എങ്ങനെയാണ് ക്യാമ്പിൻ്റെ കാര്യങ്ങൾ, ഒരുക്കങ്ങളൊക്കെ? അൽഹംദുലില്ലാ, പിന്നെ മൊത്തത്തിൽ വലിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 5000-ൽ പരം ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളേറെ ആളുകൾ കൂടുമെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടലുകൾ. ആ രൂപത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിന് വേണ്ട ഒരുക്കങ്ങൾ നമ്മുടെ പ്രവർത്തകർ, വിക്കായ വളണ്ടിയർമാരും അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാസംഘവും ഇതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ സജീവമായിരിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ നേതാക്കളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം ഇവിടെ എത്തിക്കഴിഞ്ഞു. ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രമുഖരായ സംസ്ഥയുടെ ഉലമാക്കളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഹജ്ജിൻ്റെ? അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വർഷം തുടങ്ങണമെന്നൊരാഗ്രഹം വന്നതില്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 3000 ആളുകളേക്കാണ് പ്രതീക്ഷിച്ച് തുടങ്ങിയത്. അത് പിന്നെ ഒരു 5000-ലേക്ക് എത്തി. അപ്പോൾ നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന ഒരു ധാരണ നമുക്കുണ്ടായി. ഇത് ഇനിയും തുടരണമെന്ന് നിരന്തരമായ ഹാജിമാരുടെ വിളിയുണ്ടായി. ഹജ്ജിന് പോയി വന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാജഹാൻ റഹ്മാനിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നും ഇത് ഒന്നുകൂടി വിശദമായി പിന്നെ ഒരു ദിവസം കൊണ്ട് തീർക്കാതെ 2 ദിവസം കൊണ്ട് കൂടുതൽ വിശദീകരിച്ച് നല്ല ക്ലാസ്സാക്കി മാറ്റണമെന്നും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ ചേർന്നത്, 2 ദിവസമാക്കി മാറ്റിയത്. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നിൽക്കുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളടക്കം ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? വളരെ സപ്പോർട്ടാണ്. കാരണം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഈ വീട്ടുകാരൊക്കെ അവരുടെ സ്വന്തം വീട്ടിൽ ഹാജിമാരെ സ്വന്തം വിരുന്നുകാരെ പോലെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള പിന്നെ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് എല്ലാ നിലക്കും ഇതുമായി സഹകരിക്കുന്നവരാണ്. അവിടെ ഇഷ്ടം പോലെ ഹാജിമാർക്ക് കൊടുക്കാനുള്ള ചായക്കുള്ള പലഹാരങ്ങൾ പോലും ഇവിടെ വീടുകളിൽ നിന്നും ഒരുക്കിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെല്ലാം സൗകര്യമാണ് ഇപ്പോൾ ക്യാമ്പിൽ? മെഡിക്കലായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് ക്യാമ്പിൻ്റെ? മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഡോക്ടർമാരടക്കം അതുപോലെ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസ് സൗകര്യം, ഏതെങ്കിലും കേസ് അടിയന്തരമായി മറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ആംബുലൻസ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ വിക്കായ വളണ്ടിയർമാരുടെ ശക്തമായ മേൽനോട്ടവും പ്രവർത്തനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് കൂടെ മുത്തവൽ കോഴ്സിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ പറയണം. എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? മുത്തവൽ കോഴ്സ് തുടങ്ങണമെന്ന് നിരന്തരമായി ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് അങ്ങനെ തുടങ്ങാനുണ്ടായ കാരണം. ഇന്ന് വരെ ഞങ്ങളുടെ മനസ്സിലില്ലാത്തൊരു വിഷയം കഴിഞ്ഞ വർഷമാണ് ഇതിന് തുടക്കം കുറിച്ചത്. കുറേ സ്ഥലത്തു നിന്നും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജുകളും അതുപോലെ തന്നെ ഉസ്താദുമാരും കിട്ടാൻ ഒരു സ്ഥാപനം വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം. അപ്പം ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ പലരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പം അവരൊക്കെ അനുകൂലമായ മറുപടി നൽകുകയും തുടങ്ങുന്നതിന് അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ അസ്കർ അലി ഫൈസിയും അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ള നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഉസ്താദുമാരുടെ ടീമിനെ ഇവിടെ ലഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാജഹാൻ റഹ്മാനിയും അതുപോലെ തന്നെ സുലൈമാൻ ലത്തീഫിയും ഒക്കെ ഇവിടെ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. സമസ്തയുടെ ഓരോ ക്രൗഡ് പരിപാടികളിലും സജീവമാണ് SKSFൻ്റെ മീം. ഇന്ന് ഇവിടെ ഹജ്ജ് ക്യാമ്പിലും SKSF മീം ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായുള്ള ഒരു കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ ഏറ്റവും പ്രത്യേകമാക്കപ്പെട്ട എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ മെഡിക്കൽ സപ്പോർട്ട്. ഈ മെഡിക്കൽ വിങ്ങിൻ്റെ ഹെഡ് നമ്മോട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന്? നമ്മൾ ഇവിടെ SKSF മീമിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളെ അടുത്ത് പ്രവർത്തിക്കുന്ന ഷാമിയ മെഡിക്കൽ സെൻറ്റർ, അതുപോലെ സുധർമ്മ ലബോറട്ടറി, പിന്നെ ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ അവരൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തത്. നമ്മൾ ഇവിടെ ഒരു മിനി കാഷ്വാലിറ്റി തന്നെ നമ്മൾ 2 റൂമുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് മെയിൽസിന് പ്രത്യേകിച്ചും ഫീമെയിൽസിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 2 ഒബ്സർവേഷൻ റൂമുകളും കാഷ്വാലിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ECG സംവിധാനങ്ങൾ, ലബോറട്ടറി സംവിധാനങ്ങൾ, പിന്നെ നമ്മൾക്ക് ഐ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രിനിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അവരുമായിട്ട് അതിൻ്റെ ഒരു സേവനം നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരുപാട് ഏകദേശം 20ഓളം നഴ്സിംഗ് സ്റ്റാഫ്സ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ 8-10ഓളം ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി, ആയുർവേദ, പിന്നെ അലോപ്പതി, ജനറൽ മെഡിസിൻ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ഡോക്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഏത് പ്രായത്തിലുള്ള പേഷ്യൻസിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ നമ്മൾ, അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടറാണ് ഷാമിയയിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ്. ഡോക്ടർ ഇവിടെ സംസാരിക്കും. ഓക്കെ, നമ്മുടെ കൂടെ ഡോക്ടർ ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. കാരണം എൻ്റെ നാടും കൂടെയാണ് ഇങ്ങനൊരു സ്ഥലത്ത്. കാരണം എല്ലാവരും എൻ്റെ അയൽവാസികളും ഒരു മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും, അതായത് ഹോസ്പിറ്റലിൽ ഏകദേശം കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഭാഗത്തു നിന്ന്, അതിപ്പം എന്ത് എമർജൻസികളാണെങ്കിലും, ECG എടുക്കേണ്ട കേസുകളാണെങ്കിലും, പ്രഷർ കുറഞ്ഞുള്ള കേസുകളാണെങ്കിലും, ഷുഗർ കുറഞ്ഞുള്ള കേസുകളാണെങ്കിലും, ഗ്ലൂക്കോസ് ഇടാനുള്ള ബെഡും കാര്യങ്ങളും, അതേപോലെ IV ഫ്ലൂയിഡ്സും എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ സെപ്പറേറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലേഡി ഡോക്ടറുടെ സൗകര്യങ്ങളും, അതേപോലെ ബാക്കി എല്ലാ സൗകര്യങ്ങളും, നമുക്ക് ഇഞ്ചക്ഷൻസ് വെക്കാനുള്ളതും മരുന്നുകൾ വരെ നമ്മൾ ഇന്നത്തെ ക്യാമ്പിൽ സാർ, ഇതോടുകൂടി ഇപ്പോൾ ഹജ്ജിന് പോകുന്ന പല പ്രായക്കാരായിരിക്കും. പക്ഷേ ഒരു മെഡിക്കൽ അഡ്വൈസും കൂടെ കൊടുക്കാൻ പറ്റുമോ ഇതോടുകൂടെ അവർക്ക് വേണ്ടി? തീർച്ചയായും. കാരണം നമ്മുടെ കാലാവസ്ഥയും ഗൾഫിലെ കാലാവസ്ഥയും ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്, ഏതൊക്കെ മെഡിസിൻസ് കൊണ്ടുപോകാം, എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് മെഡിസിൻ കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യം അവർക്ക് ഇപ്പോൾ അവിടെ ഒന്നുകൂടെ ചൂടായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ കാര്യങ്ങൾ വളരെ ഉണ്ട്. അപ്പം ആ സമയങ്ങളിൽ ഒരുപാട് പേർക്ക് ന്യൂമോണിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മെഡിസിൻസ് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ നമുക്ക് തീർത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ എങ്ങനെ ആരോഗ്യം ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യം കൃത്യമായ രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സാർ, എന്താണ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ക്യാമ്പിൻ്റെയും കാര്യം? ഞാനെന്താ വെച്ചാൽ ഞാൻ മീമിൻ്റെ അണ്ടറിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാരണം ഞാൻ എൻ്റെ സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിങ് സെൻറ്റർ എടവണ്ണപ്പാറയും അരീക്കോടും ഷാമിയ മെഡിക്കെയറും സംയുക്തമായിട്ട് ഈ ഒരു ഹജ്ജിൻ്റെ ഒരു ക്യാമ്പ് ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മെഡിക്കൽ സേവനം 2 ദിവസമായിട്ട് ഇവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഷാജർ റഹ്മാൻ സാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സാറേ, എന്താണ് 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? കഴിഞ്ഞ വർഷം ഒരു ദിവസമായിരുന്നു നമ്മുടെ ഹജ്ജ് ക്യാമ്പ് നടത്തിയിരുന്നത്. അപ്പോൾ പല ആളുകൾക്കും അതിൻ്റെ ഒരു വിശദീകരണം വേണ്ടതുപോലെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ മറ്റ് കർമ്മങ്ങളെ പോലെയൊന്നുമല്ല. നിസ്കാരവും നോമ്പും മറ്റ് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, ഇബാദത്തുകളൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ വിദ്യാർത്ഥികൾ കണ്ട് വളർന്നു വരികയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അവർക്ക് കഴിയും. ഹജ്ജ് എന്നത് ഏകദേശം ആളുകൾക്കും ആയുസ്സിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണ്. അതിലാവട്ടെ ഒരുപാട് കർമ്മങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. അപ്പോൾ അതൊന്ന് വിശദമായി ആളുകൾക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും വേണം. കഴിഞ്ഞ വർഷം പലരും ആവശ്യപ്പെട്ടു 2 ദിവസം വേണമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഈ വർഷം 2 ദിവസമാക്കിയത്. തീർച്ചയായും പറഞ്ഞ പോലെ കർമ്മശാസ്ത്രം പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പോകേണ്ടി വരില്ല ഈ വിഷയങ്ങളൊക്കെ. അതെ, പരമാവധി കഅബയിലൊക്കെ വെച്ച് ഹിജ്ർ ഇസ്മായിലൊക്കെ വെച്ച് അതൊരു പ്രാക്ടിക്കൽ രൂപത്തിൽ തന്നെയാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. ഉസ്താദ്, ഇപ്പോൾ വളരെ അധികം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഉംറ ഹജ്ജ് പാക്കുകളൊക്കെ ഉണ്ട്.
അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ നിരന്തരമായിട്ട് സാഹചര്യങ്ങൾ മാറാം, മക്കയിലും മദീനയിലൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു സാഹചര്യങ്ങളെ വിലയിരുത്തൽ? അത് ഒന്ന്, അവിടെയൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പരിചയത്തിലും വേണ്ടപ്പെട്ടവരിലും ഉണ്ടല്ലോ. അപ്പോൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കൂടുതലായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഹജ്ജ് ക്യാമ്പ് കഴിഞ്ഞ് ഹജ്ജിന് പോയ ശേഷം പലരും ഉസ്താദിനെ കാണാൻ വന്നിട്ടുണ്ടാവും. നിറകണ്ണുകളോട് പല അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു അനുഭവം ഉസ്താദിൻ്റെ ഉള്ളിൽ ഉടക്കിയതായ രീതിയിലുണ്ടോ? അവർ പറയുന്നൊരു കാര്യം, എല്ലാവരുമല്ല, പോയി വന്നവർ പലരും പറയുന്നൊരു കാര്യം, ശരിക്കും നമ്മൾ ആ വിശദീകരിച്ചെടുത്ത കാര്യങ്ങൾ അത് അവർക്ക് അവിടെ നിന്ന് ശരിക്കും എഫക്റ്റ് ചെയ്തു. ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു, അത് വലിയ ഉപകാരമായി എന്നൊക്കെ പറയുമ്പോൾ അതാണ് സത്യത്തിൽ നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എങ്ങനെയാണ് ഈ ഒരു വിളയിൽക്കാരുടെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ, വളരെ ത്യാഗം ചെയ്ത് ഇത് വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ എല്ലാ സഹകരണവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന്, സ്വാഗത സംഘം ഭാരവാഹികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, പ്രത്യേകിച്ച് SKSF-ൻ്റെ വിക്കായുടെയൊക്കെ പ്രവർത്തകരിൽ നിന്ന് വലിയ ഒരു ശ്രമമാണ് ഇത് വിജയിപ്പിച്ചെടുക്കാനുണ്ടായിട്ടുള്ളത്. അവർ നിരന്തരം രാവും പകലും എന്ന പോലെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുഷാവറ അംഗങ്ങളെ പുറത്തു വെച്ച് കാണാനിടയായി. അപ്പോൾ സമസ്തയുടെ ഒരു പൂർണ്ണ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജിഫ് തങ്ങൾ ഉസ്താദായിരുന്നു കഴിഞ്ഞ വർഷം ഉദ്ഘാടനം, ഈ വർഷം. അപ്പോൾ എങ്ങനെയാണ് അവരൊക്കെ എന്താണ് പറയുന്നത്, അവരൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ, വളരെ വലിയ സപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളിലൊക്കെ വലിയ സപ്പോർട്ടും പ്രാർത്ഥനയും വലിയ മുതൽക്കൂട്ടാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു മുത്തവൽ കോഴ്സിൻ്റെ ഇനാഗ്രേഷൻ കൂടെ നടക്കുന്നുണ്ട്. ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് എന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളങ്ങനെ ക്ലാസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടന്നു. അപ്പോൾ പട്ടിക്കാട് ജാമിയ, നന്ദി ദാറുസ്സലാം, ഇതുപോലെ വലിയ വലിയ പല സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരുപാട് ജൂനിയർ കോളേജുകൾ ഉള്ളതുകൊണ്ട് ഈ ദർസിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാത്തൊരു പ്രയാസം പലരും പങ്കുവച്ചു. അപ്പോഴാണ് അതേക്കുറിച്ച് അങ്ങനെ ഒരു ആലോചന വന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും ആ വിഷയത്തിൽ വലിയ താല്പര്യത്തിലാണ്. കാരണം ഇതൊരു ഇൽമി സംരംഭമാണല്ലോ. അൽഹംദുലില്ലാ, നമ്മൾ സത്യത്തിൽ അതിൻ്റെ പേര് പോലും തീരുമാനിച്ചത് പെരുന്നാൾ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ്. എന്നാലും അത് വലിയ വിജയത്തിലാണ്, അത് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത്. ആ പേര് സർപ്രൈസാണ്, അതോ താങ്കൾ ഉസ്താദ് വേദിയിൽ നിന്ന് പറയാൻ കാത്തിരിക്കുകയാണ്? ഉസ്താദിനെ പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, സർപ്രൈസ് അല്ല, നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ റമദാൻ 27-ൻ്റെ പരിപാടിക്ക് തങ്ങൾ ഉസ്താദ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് അവസാനം തങ്ങൾ ഉസ്താദ് അത് പ്രഖ്യാപിക്കുകയായിരുന്നു. എങ്ങനെയാണ് ആ കോഴ്സിൻ്റെ വിശദീകരണം? ഒരു വർഷം എങ്ങനെയാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമ്മൾ 1 വർഷവും 2 വർഷവുമുള്ള കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സാധാരണ മുത്തവൽ കോളേജിൽ ഓതുന്ന കിതാബുകളൊക്കെ ഓതി പൂർണ്ണമായും ഒരു മഹല്ലത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നതാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമ്മളെ വിളയിൽ പറപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിൽ ഒരു സൗഹൃദത്തിൻ്റെ കഥ കൂടെ പറയാനുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ ഹജ്ജിന് വരുന്ന ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ എത്തിങ്ങാനയോട് ചേർന്നിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവരെ അന്വേഷിച്ച സമയത്ത് എത്തിങ്ങാനിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അമ്പലത്തിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവരെ ഒരുക്കി കൊടുക്കും. ഇനി അമ്പലത്തിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും എത്തിങ്ങാനയിൽ അവർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. അത്തരത്തിലൊരു സൗഹൃദത്തിൻ്റെ കഥ കൂടെ നമുക്ക് ഈ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു മനോഹരമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കഥ. ഈ നാട്ടിൽ എന്ത് പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും, എത്തിങ്ങാനയുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം കൃത്യമായ രീതിയിൽ പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുള്ളത് അടുത്തുള്ള ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെയും പാർക്കിംഗ് സൗകര്യം ഉണ്ടാവാറുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. നമ്മുടെ കൂടെ പ്രിയപ്പെട്ട ജബ്ബാറാജി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സൗഹൃദത്തിൻ്റെ കഥയെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു സൗഹൃദം വെറും ഒരു പാർക്കിങ്ങിൽ മാത്രം ഒതുങ്ങിയതല്ല. അവരും നമ്മളുമായിട്ട്, ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളും നമ്മളുമായിട്ട് വളരെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകുന്നത്. നമുക്ക് പാർക്കിംഗ് സൗകര്യം തരും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത കാലത്തായിട്ട് ചെറിയൊരു വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ചില ആൾക്കാർ. എന്നാലും നമ്മൾക്ക് ഇവിടുത്തെ കുട്ടികളെ ഭക്ഷണമൊക്കെ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് സൗകര്യപ്പെടുത്തി തന്ന അത്രയും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെ ഇവിടെ നീങ്ങുന്നത്. അവർക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് ഏത് രീതിയിലും സഹകരിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ടും സഹകരിക്കും. അത്രയും സൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനങ്ങളും ആ ക്ഷേത്രവും തമ്മിൽ പോകുന്നത്. ഇപ്പം അവരെ ആരാധകമായിട്ട് മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ അവിടെ വലിയ
അവരെ ആരാധന സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾക്ക് അതോട് കൂടെ 100% നമ്മളോട് സഹകരിക്കും. ഇവിടുന്നും നമ്മളെ ചില പരിപാടികളൊക്കെ ഉണ്ടാകുമെന്നും അവർക്കും ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അതിനും അവർക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ 100% നമ്മൾ വളരെ സൗഹാർദ്ദമായിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാണയത്തിൻ്റെ അകം പുറം എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൗഹാർദ്ദമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ കൂടെ ഈ ഹജ്ജ് ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പ്രിയപ്പെട്ട ഹമീദ് വൈസ് ചേരുന്നുണ്ട്. ഉസ്താദെ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു? അൽഹംദുലില്ലാ, ഈ കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന ഹജ്ജ് ക്യാമ്പിൽ ഞാനും ഒരു ഫുൾ ടൈം ശ്രോതാവായി ഉണ്ടായിരുന്നു. കാരണം ഞാനും എൻ്റെ സഹധർമ്മിണിയും കഴിഞ്ഞ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഷാജഹാൻ ക്ലാസ് നേരത്തെ ഫേമസ് ആണ്, നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ആയിരങ്ങൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഹജ്ജ് ക്യാമ്പ് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. അതോടൊപ്പം ശ്രദ്ധേയമായൊരു കാര്യം, നല്ലൊരു മെഡിക്കൽ വിങ് ഇവിടെ സജ്ജരായിട്ടുണ്ട്. അന്ന് വൈഫിനിടയ്ക്കൊരു ചെറിയ അസുഖം നേരിട്ടു. പെട്ടെന്ന് അവർ അങ്ങോട്ട് മാറ്റി. ഡോക്ടേഴ്സ് നല്ലൊരു നിരയുണ്ടായിരുന്നു, പരിശോധിച്ചു, നല്ലൊരു സജഷൻ തന്നു. പിറ്റേന്ന് കോഴിക്കോട് ഇന്ന ഡോക്ടറെ കാണിക്കണം, പോയി കാണിച്ചു. എല്ലാ അർത്ഥത്തിലും സന്തോഷം. പിന്നെ പ്രത്യേകിച്ചും ഈ ക്യാമ്പസ് മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുസ്ലാരുടെ പേര് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപന സമുച്ചയമാണ്. അതിൻ്റെതായ ഒരു ബറക്കത്ത് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. സന്തോഷം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹാജിമാർക്കൊക്കെ എല്ലാവിധ വിജയങ്ങളും നേരുന്നു. കാര്യങ്ങളൊക്കെ പൂർത്തിയായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധം നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ്, കഴിഞ്ഞ വർഷവും ഹജ്ജിലൊരു ശ്രോതാവായിരുന്നു പറഞ്ഞു. അതിനുശേഷം ഇതിൽ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. അത് ഉസ്താദ് ഹജ്ജ് ചെയ്ത സമയത്ത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? തീർച്ചയായും. കാരണം നമ്മൾ കിതാബിൽ നിന്ന് ഹജ്ജ് പഠിച്ചിട്ടുണ്ട്, ഹജ്ജ് ഉംറ. പക്ഷേ അതിൻ്റെ ആ ഓർഡറിൽ അതിൽ ഫർള് ഷർത്ത് ഇങ്ങനെ കാര്യങ്ങൾ വാജിബാത്ത് ഇങ്ങനെ പഠിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എയർപോർട്ടിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ജിദ്ദയിൽ ചെന്നാൽ എന്ത് ചെയ്യണം, അപ്പുറത്ത് ഹറമിൽ ചെന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പോയി ലാസ്റ്റ് മദീന കഴിഞ്ഞ് തിരിച്ചു പോരുന്നവരെയുള്ള ആ കൃത്യം ക്രമപ്രകാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ ഉസ്താദ്, ഈ ഹജ്ജിൻ്റെ അനുഭവം, കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൻ്റെ ഒരു ചെറിയ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലുടക്കിയതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിൽ നിന്ന് മായാത്തൊരു അനുഭവം ഉണ്ടോ ഹജ്ജുമായി ബന്ധപ്പെട്ട്? ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പലതവണ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഹജറുൽ അസ്വദ് മുത്താൻ സൗകര്യം കിട്ടിയിട്ടില്ല. നല്ല തിരക്കായിരിക്കും. ശരിക്കും തിരക്കിയാണ് നമ്മൾ ചെല്ലരുതെന്നാണ് മസലയും. അപ്പോൾ പിന്നെ പൊതുവേ വിട്ടു നിൽക്കും. പിന്നെ മാത്രമല്ല വലിയ മല്ലന്മാരൊക്കെ കൊടുത്തുള്ള പല രാജ്യക്കാരും നമ്മൾ തിരക്കാൻ ചെന്നാൽ അപകടം വരാൻ സാധ്യതയുണ്ട്. ഈ പ്രൊഫഷണൽ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഹജ്ജിന് പോകുന്ന രണ്ടാമത്തെ ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റിലാണ് പോയത്. ഫസ്റ്റ് ഡേ നൈറ്റ് രണ്ടാമത്തെ ഫ്ലൈറ്റിന്. അപ്പോൾ ശരിക്ക് ഹാജിമാർ വളരെ കുറവാണ് അവിടെ മക്കത്ത്. അവർ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ആ സമയത്ത് അവർ ജോലി ചെയ്യേണ്ടവരാണെന്ന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർ മൊത്തം അവർ തെരഞ്ഞു പിടിച്ച് ജിദ്ദയിലേക്ക് നാട് കടത്തി. നാട്ടിലേക്കല്ല, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ എന്നിട്ട് ജിദ്ദയിലേക്ക് നാട് കടത്തി. അപ്പോൾ അവർ പോലും മക്കക്കാരായ ആളുകൾ പോലും ഹറമിൽ വരാൻ പാടില്ല, മസ്ജിദ് ഹറമിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നപ്പോൾ ഈ വന്ന ഹാജിമാർ, അത് തുടക്കത്തിലായതുകൊണ്ട് നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ നേരത്തെ ഹജ്ജിന് പോകുന്ന ടീമാണ്, വളരെ കുറഞ്ഞ ആളുകൾ എങ്ങനെ വേണമെങ്കിലും സൗകര്യപൂർവ്വം ഹജറുൽ അസ്വദ് മുത്താൻ പറ്റുന്നൊരു സൗകര്യം, ആ ഒരു സൗഭാഗ്യം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതാണ് തൗഫീഖ് കിട്ടിയെന്നുള്ളത്. ഒരു തൗഫീഖ്, വലിയൊരു അനുഭവം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.